നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ. നമുക്ക് ഇനി അതിൻ്റെ ലെറ്റസസിലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അത് നിങ്ങൾ നോട്ടിൽ എഴുതും കൂടി വേണം കേട്ടോ. ഓക്കെ, എ ബോയ് ട്രൈങ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ബോയ് ഈസ് trying to push the concrete pillar of a building using a force of 300 Newton. Calculate the amount of work done by the boy. അവിടെ ഒരു കോൺക്രീറ്റിൻ്റെ ചുമര് ഒരു ബോയ് എന്ത് ചെയ്യാണ്, ഫോഴ്സ് കൊടുത്തിട്ട് 300 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ട് പുഷ് ചെയ്യാണ്. അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വർക്കിൻ്റെ എമൗണ്ട് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അവിടെ നമുക്ക് ഫോഴ്സ് ഉണ്ടോ, വർക്ക് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. ഏതാ വർക്ക് കാണാനുള്ള ഇക്വേഷന്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, FS ആണ് അല്ലേ. ഇവിടെ ഫോഴ്സ് പറയുന്നത് 300 ന്യൂട്ടൺ ആണ്. എസ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ചുമരാണ്, കോൺക്രീറ്റ് പില്ലറാണ് തള്ളിയത്. എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും? ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ആ കോൺക്രീറ്റ് പില്ലർ തള്ളുമ്പോൾ അതൊരിക്കലും അവിടെ നിന്ന് മൂവ് ചെയ്യുന്നില്ല, അത് കറക്റ്റ് അതേ പൊസിഷനിൽ തന്നെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് പില്ലർ ആയതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഫോഴ്സ് 300 × 0 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ. 0 എന്നുള്ള ആൻസർ അവിടെ കിട്ടിയിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം വാട്ട് യു ഹാവ് ടു ലേൺ ദ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക്കൽ എനർജി, write down the form of energy possessed by the following. പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ ഏതാണ് ഉള്ളത് എന്നുള്ളത് നോക്കാനാണ്. പൊട്ടൻഷ്യൽ എനർജിയാണോ കൈനറ്റിക് എനർജിയാണോ ഉള്ളത് എന്നുള്ളത് നോക്കാം. ഒന്നാം എന്നുള്ളത് വാട്ടർ ഇൻ എ ഡാം, ഒരു ഡാമിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. നിൽക്കുന്ന സമയത്ത് അതിന് ഏത് എനർജിയാണ് ഉണ്ടാവുക? പൊട്ടൻഷ്യലാണോ കൈനറ്റിക് ആണോ? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. സ്റ്റേഷനറി ആയിട്ടുള്ള നിൽക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഉണ്ടാവാൽ പൊട്ടൻഷ്യൽ എനർജിയാണ് ഉണ്ടാവുക. എന്നാൽ മൂവിങ് ആയിട്ടുള്ള വസ്തുക്കൾക്ക്, മൂവ് ചെയ്യുന്ന വസ്തുക്കൾക്ക് ഉണ്ടാവുന്നതാണ് ഇത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഏതാണ്ടാവുക? അപ്പോഴും ഉണ്ടാവല് പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്. കാരണം പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. മാംഗോ ഫാളിങ് ഡൗൺ ഫ്രം എ ട്രീ, ഒരു മാംഗോ എന്ത് ചെയ്യാണ്, മരത്തിൽ നിന്നും താഴേക്ക് വീഴുകയാണ്. ഒരു മാംഗോ മരത്തിൽ നിന്ന് താഴേക്ക് വീഴുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ മാംഗോ മരത്തിൽ നിന്നും താഴേക്ക് വീഴുന്ന സമയത്ത് അതിനുണ്ടാവുന്ന എനർജി ഏതായിരിക്കും? കൈനറ്റിക് എനർജിയാണ്. താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഏത് എനർജി ഉണ്ടാവുക? കൈനറ്റിക് എനർജിയാണ് ഉണ്ടാവുക. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് എൻ അത്ലറ്റ് ഓഫ് മാസ് 60 കിലോഗ്രാം റണ്ണിങ് വിത്ത് എ വെലോസിറ്റി 10 m/s. അപ്പോൾ കൈനറ്റിക് എനർജി കാണാനാണ്. മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. എങ്ങനെ കാണാം? K = ½ mv² അല്ലേ. എം ഉണ്ട്, വി ഉണ്ട്. ജസ്റ്റ് അക്വേഷനിൽ അപ്ലൈ ചെയ്യാവുന്ന സംഭവമേ ഉള്ളൂ. ജസ്റ്റ് അക്വേഷനിൽ അപ്ലൈ ചെയ്യാം, ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, എ സ്റ്റോൺ ഓഫ് മാസ് 2 കിലോഗ്രാം ഈസ് ത്രോൺ അപ്വേർഡ് ഫ്രം ദ ഗ്രൗണ്ട് വിത്ത് എ വെലോസിറ്റി ഓഫ് 3 m/s. അപ്പോൾ സ്റ്റോണിൻ്റെ മാസ് തന്നിട്ടുണ്ട്. ത്രോൺ അപ്വേർഡ് ഫ്രം ദ ഗ്രൗണ്ട്, എവിടുന്ന് എന്ത് ചെയ്യാണ്, മുകളിലേക്ക് എറിയാണ്. വിത്ത് എ വെലോസിറ്റി 3 m/s. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി u തന്നിട്ടുണ്ട്, 3 m/s ആണ്. കാരണം എറിയുമ്പോഴുള്ള വെലോസിറ്റിയാണ്, ഇനീഷ്യൽ വെലോസിറ്റിയാണ് തന്നിട്ടുള്ളത് കേട്ടോ. കാൽക്കുലേറ്റ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി വെൻ ഇറ്റ് ഇസ് റീച്ചസ് ദ മാക്സിമം ഹൈറ്റ്. ഇതെങ്ങനെ കാണാമെന്നറിയോ? നിങ്ങൾ ചെയ്യേണ്ടത്, ഏറ്റവും ഇതിൽ മാസ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. എപ്പോഴുള്ളതാ? ഇനീഷ്യൽ, തുടക്കത്തിലുള്ളത് അല്ലേ. അപ്പോൾ ആ തുടക്കത്തിലുള്ള കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ പറ്റൂലേ? തുടക്കത്തിലുണ്ടാകുന്ന കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഏതാ ഇക്വേഷൻ? ½ mv² വെച്ചിട്ട് കാണാൻ പറ്റും. എം ഉണ്ട്, വി ഉണ്ട്. അപ്പോൾ നമുക്ക് ½ mv² വെച്ചിട്ട് എന്ത് ചെയ്യുക, തുടക്കത്തിലുള്ള കൈനറ്റിക് എനർജി കണ്ടെത്താം. ഇനി ഈ കല്ല് ഏറ്റവും മുകളിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? ഏറ്റവും ഇങ്ങനെ കല്ലിങ്ങനെ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരിക ചെയ്യുക. കുറഞ്ഞിട്ട് ഏറ്റവും മുകളിലെത്തുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് മാറും. അങ്ങനെ വെലോസിറ്റി 0 ആയിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത്, വെലോസിറ്റി 0 ആയല്ലോ, ഏറ്റവും മുകളിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? വെലോസിറ്റി 0 ആണ് എന്ന് പറയാം. അങ്ങനെ വെലോസിറ്റി 0 ആകുന്ന സമയത്ത് കൈനറ്റിക് എനർജി 0 ആവുമല്ലോ. കൈനറ്റിക് എനർജി 0 ആയി. ആ സമയത്ത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരു ചെടിച്ചട്ടി വീഴുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എനർജി എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. താഴെയുള്ള കൈനറ്റിക് എനർജിക്ക് ഈക്വലാണ് ഏറ്റവും മുകളിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന
പൊട്ടൻഷ്യൽ എനർജി അതിന് ഈക്വൽ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ എന്ത് പറയുക, ഇവിടുത്തെ എന്ത് ഇതായിരിക്കും, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ആദ്യം കാണുന്ന കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തെ, ദ ഹാർട്ട് ഓഫ് എ ഹെൽത്തി പേഴ്സൺ ബീറ്റ് 72 ടൈംസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ, അതായത് 60 സെക്കൻഡിൽ 72 തവണ അത് എന്ത് ചെയ്യുന്നുണ്ട്, ബീറ്റ് ചെയ്യുന്നുണ്ട്. ഈച്ച് ബീറ്റ് കൺസ്യൂം അബൌട്ട് 1 ജൂൾ ഓഫ് എനർജി. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ ഹാർട്ട്. പവർ കാണാനാണ്. പവർ കാണാൻ എന്തൊക്കെ തന്നിട്ടുണ്ട്, വർക്ക് ബൈ ടൈമാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ടൈം അവിടെ തന്നിട്ടുണ്ട്, ഒരു മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. മിനിറ്റ് നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ ബൈ 60 എന്നാവും അല്ലേ. ഇനി വർക്ക് കണ്ടെത്തണം. എത്ര പ്രാവശ്യമാണ് ബീറ്റ് ചെയ്യുന്നത്, എത്ര പ്രാവശ്യമാണ്, 72 ടൈംസ് ബീറ്റ് ചെയ്യുന്നുണ്ട്. 60 മിനിറ്റിൽ 72 ടൈംസ് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഓരോ ബീറ്റിലും എത്ര എനർജി യൂസ് ചെയ്യുന്നുണ്ട്, 1 ജൂൾ വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 60 സെക്കൻഡിൽ മൊത്തം വർക്കിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എനർജിയുടെ എമൗണ്ടും ഈക്വൽ ആയിരിക്കും. എപ്പോഴും അങ്ങനെയാണ് വരിക. വർക്കിൻ്റെ എമൗണ്ട് എന്താണോ വരിക അതുതന്നെയാണ് എനർജിയുടെ എമൗണ്ടും വരിക കേട്ടോ. ഇവിടെ 1 ജൂൾ ഒരു ബീറ്റിന്, ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ബീറ്റ് ചെയ്യുന്നുണ്ട്, 72 തവണ ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആകെ എത്ര ജൂള് വർക്ക് ചെയ്തു, അല്ലെങ്കിൽ എത്ര ജൂള് എനർജി ഉപയോഗിച്ചു പറഞ്ഞൂടെ. എത്ര ജൂളാണ്, 72 × 1 = 72 ജൂൾ വർക്ക് ചെയ്തു. അപ്പോൾ വർക്കിൻ്റെ ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടി 72 ജൂളാണ്. ഇനി കാൽക്കുലേറ്റ് ഇസ് പവർ എന്നാണ്. അതിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ടൈം തന്നിട്ടുണ്ട് 60 സെക്കൻഡ്, 60 സെക്കൻഡ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ 72/60 ചെയ്താൽ മതി. നെക്സ്റ്റ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നമുക്കറിയാം ക്വാണ്ടിറ്റികൾ, വെക്റ്റർ ക്വാണ്ടിറ്റി ഉണ്ട്, അതേപോലെ തന്നെ സ്കെലാർ ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിൽ പറയുന്നതിൽ ഏതാണ് വെക്റ്റർ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. വർക്ക് ജസ്റ്റ് എന്താണ്, സ്കെലാറാണ്. പവർ, മൊമെൻറ്റം, എനർജി, ഇതിലേതാ വെക്റ്റർ, മൊമെൻറ്റമാണ്. മൊമെൻറ്റം മാത്രമാണ് എന്നുള്ളത് വെക്റ്റർ ആയിട്ടുള്ളത്. ബാക്കി ഉള്ളതൊക്കെ സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്ററും സ്കെലാറും നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഡബിൾഡ്. വെലോസിറ്റി ഡബിളായി, വി എന്നുള്ളത് 2v എന്നായിട്ട് മാറി. ഇറ്റ്സ് കൈനറ്റിക് എനർജി ബിക്കം. അതിൻ്റെ കൈനറ്റിക് എനർജി എന്താകുന്നു, എങ്ങനെ കണ്ടെത്തുക, k = ½ mv² എന്നാണ്. ആ വിയുടെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് കൊടുക്കുക, വെലോസിറ്റി ഡബിളായി എന്നല്ലേ പറഞ്ഞത്, 2v² എന്ന് കൊടുക്കുക. വി എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ 2v² എന്ന് കൊടുക്കുക. അപ്പോൾ സാധാരണ ഇക്വേഷനിൽ ½ mv² മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെയും ½ mv² ഉണ്ട്, കൂടെ ഒരു 2² കൂടി ഉണ്ട്. വീൻ്റെ അവിടെ 2v എന്നായില്ലേ. അപ്പോൾ v², അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ ആദ്യം നമ്മൾ 2v² എന്ന് എഴുതിയിട്ടുണ്ടാവും. തൊട്ട് താഴെ എഴുതാം 2v² എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ 2² എന്ന് പറയുമ്പോൾ 4 ടൈംസ് എന്നുള്ള ആൻസർ നമുക്ക് അവിടെ കിട്ടും. നെക്സ്റ്റ്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, an object of mass 1 kilogram is falling from a height 10 meter. മാസ് 1 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റ് 10 മീറ്റർ ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴാണ്. വാട്ട് വിൽ ബി ഇറ്റ്സ് വർക്ക് ഡൺ വൈൽ ഫാളിങ്. ഇതിന് താഴേക്ക് വീഴുന്ന സമയത്ത് ചെയ്യുന്ന വർക്ക് ഡൺ എത്രയാണ് വരിക? ആര് ചെയ്യുന്ന വർക്ക് ഡണ്ണാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ താഴേക്ക് വരുന്നത്. അപ്പോൾ എത്രയാണ് ആ ഫോഴ്സ്, എത്രയാണ് നിങ്ങൾക്ക് അറിയാം. എത്രയാണ് ആക്സലറേഷൻ ഒരു ഗ്രാവിറ്റി, എത്രയാണ് നിങ്ങൾക്ക് അറിയാം. എത്രയാണ്? G = 9.8 ആണ്. അത് നമ്മൾ റൗണ്ട് ആക്കിയിട്ട് ഒരു 10 ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുന്ന് ഫോഴ്സ് കാണണം. F × ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? 10 മീറ്റർ ഹൈറ്റിൽ താഴേക്ക് വന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. ഇനി എന്ത് വേണം? ഫോഴ്സ് വേണം. ഫോഴ്സ് കാണാൻ മാസ് അവിടെ ഉണ്ടല്ലോ, 1 കിലോഗ്രാം എന്നുള്ള മാസ് ഉണ്ട്. പിന്നെ F = ma എന്ന് പറയുന്നൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, m × മാസ് × ആക്സലറേഷൻ. മാസ് 1ഉം ആക്സലറേഷൻ എന്നുള്ള താഴേക്ക് വീഴുമ്പോഴുള്ള ആക്സലറേഷൻ എത്രയാണ്? 10 m/s² ആണ്. അങ്ങനെയാണെങ്കിൽ F = ma എന്നുള്ള ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 1 × 10 m/s² ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 × 10 എന്ന് പറയുമ്പോൾ 10 തന്നെ കിട്ടും. ഫോഴ്സ് 10 ആണ്, ഹൈറ്റ് ഡിസ്പ്ലേസ്മെൻറ്റും 10 തന്നെയാണ്.
ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും കൂടി ഇൻഡ്യൂ ചെയ്തപ്പോൾ 100 ജൂൾ എന്നുള്ള വർക്ക് കിട്ടും നമുക്ക്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ എമംഗ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? W is equal to F/S, W is equal to S/F, W is equal to P into T, W is equal to P/T. ഏതാ ശരി? പവർ എന്ന് പറഞ്ഞാൽ എന്താ? P is equal to W/T ആണ്. അത് നമുക്കറിയാലോ. P is equal to W/T ആണ്. P is equal to W/T. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് W കാണാനുള്ള FS ആണെന്നുള്ള അറിയാം. അതിനെ പറ്റിയൊരു ഇക്വേഷൻ ഇവിടെ ഇല്ല. പിന്നെ P is equal to W/T എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഇക്വേഷൻ ഏതാണുള്ളത്? മൂന്നാമത്തെ ഇക്വേഷൻ നോക്കൂ നിങ്ങൾ. W is equal to P into T എന്ന് കിട്ടൂലേ അല്ലേ? ഇനി നെക്സ്റ്റ് 10ാമത്, എ റോളർ ഓഫ് വെയിങ് 1 ton ഈസ് ബീങ് ഡ്രാഗ്ഡ് അലോങ് ദ റോഡ്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി? വൈ? ഒരു റോളർ ഇങ്ങനെ റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് 1 ton മാസമൊക്കെ ഉണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അത് എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങണ്ടാ? നേരെ താഴത്തേക്ക്. റോളർ പോകുന്നത് റോട്ടിലൂടെ ഇങ്ങനെ സൈഡിലേക്ക്. രണ്ടും തമ്മിൽ എത്ര ആംഗിൾ ഉണ്ട് നോക്കി നിങ്ങൾ വരച്ച് നോക്കിയാൽ മതി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴത്തേക്ക്, റോളർ മുന്നിലേക്ക് പോവാം. രണ്ടും തമ്മിൽ എത്ര ആംഗിൾ ഉണ്ട്? എത്രയുണ്ടാകും? അവിടെ ആംഗിൾ വരുന്നത് 90 ഡിഗ്രി അല്ലേ? അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ 0 ആയിരിക്കും. ആംഗിൾ ഈസ് 90 ഡിഗ്രി, സോ ദ വർക്ക് ഡൺ ഈസ് 0. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് പോസിബിൾ ഫോർ ആൻ ഒബ്ജെക്ട് ടു പൊസസ് എനർജി വിത്തൗട്ട് മൊമെൻറ്റം? ഗിവ് വൺ എക്സാമ്പിൾ ഫോർ സച്ച് സിറ്റുവേഷൻ. ഒരു ഒബ്ജക്റ്റിന് മൊമെൻറ്റം ഇല്ലാണ്ട് എനർജി കിട്ടുമോ? മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താ? മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതിനെയാണ്. മൂവ് ചെയ്യുമ്പോഴേ അതിന് എന്തുണ്ടാവുള്ളൂ? മൊമെൻറ്റം ഉണ്ടാവുള്ളൂ. മൂവ് ചെയ്യാതെ ഒരുപാട് എനർജീസ് കിട്ടുന്നുണ്ട് അല്ലേ? ഒരുപാട് ടൈപ്പ് എനർജീസ് കിട്ടും. അതിൽ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഒരു എക്സാമ്പിളാണ്. ഒരു ഒബ്ജക്റ്റ് ഇറ്റ് ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ ദ പൊസിഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. മൊമെൻറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. മൂവ് ചെയ്യുമ്പോൾ അല്ലാണ്ട് എനർജി കിട്ടുന്ന എങ്ങനെയൊക്കെയാണ്? പൊട്ടൻഷ്യൽ എനർജി ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇറ്റ് എന്ന് പറയാം അല്ലേ? 12ാമത്തെ ക്വസ്റ്റ്യൻ, സേ വെദർ ദ ഫോളോയിങ് ആർ പോസിറ്റീവ് വർക്ക് ഓർ നെഗറ്റീവ് വർക്ക്. ദ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഡ്രോയിങ് വാട്ടർ ഫ്രം എ വെൽ യൂസിങ് റോപ്പ് വിത്തൗട്ട് എ പുള്ളി. ഒരാളെന്ത് ചെയ്യാണ്? കപ്പിയില്ലാണ്ട് വെള്ളം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കി കയറ്റുകയാണ്. അത് വർക്ക് ഡൺ ആണ്. ആ വർക്ക് ഡൺ പോസിറ്റീവാണോ നെഗറ്റീവാണോ? അയാൾ ഫോഴ്സ് പ്രയോഗിക്കുന്നത് എങ്ങണ്ട? മുകളിലേക്ക് തന്നെയാണ്. കയറൊടിച്ച് ഇങ്ങനെ വലിക്കല്ലേ, മുകളിലേക്ക് വലിക്കല്ലേ ചെയ്യുന്നത്. ആ വെള്ളം വരുന്നത് എങ്ങണ്ട? അത് മുകളിലേക്ക് തന്നെ, സെയിം ഡയറക്ഷൻ അല്ലേ? അതുകൊണ്ട് അവിടുത്തെ വർക്ക് ഡൺ എത്രയായിരിക്കും? പോസിറ്റീവാണ്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ ദിസ് സിറ്റുവേഷൻ. ഇപ്പോൾ ഈ വെള്ളം മുകളിലേക്ക് കോരുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങണ്ട? താഴത്തേക്ക്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈ വെള്ളം എങ്ങോട്ടാണ് വരുന്നത്? മുകളിലേക്ക്. അപ്പോൾ അത് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഈ വർക്ക് ഡണ്ണും തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ വർക്ക് ഡൺ നെഗറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് 3ാമത്, വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് വൈൽ ആൻ ഒബ്ജക്റ്റ് ഈസ് സ്ലൈഡിങ് ഡൗൺ അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താ നമുക്കറിയണം. ഫ്രിക്ഷണൽ ഫോഴ്സ് പറഞ്ഞാൽ മൂവ് ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയാം. ഒരു ഒബ്ജക്റ്റ് മുന്നോട്ട് പോകുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ ബാക്കിലോട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് വർക്ക് ഡൺ തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിരിക്കും. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് എൻ ഒബ്ജെക്ട് വിച്ച് മൂവിങ് അലോങ് എ പ്ലെയിൻ സർഫേസ്. ഒരു പ്ലെയിൻ സർഫേസിലൂടെ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എത്രയെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എത്രയായിരിക്കും? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് വർക്ക് ഡൺ പോസിറ്റീവായിരിക്കും അല്ലേ? നെക്സ്റ്റ്, ഹൗ മച്ച് ജൂൾ ഈസ് 1 kWh? എത്ര ജൂളാണ് 1 kWh എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. 1 kW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വാട്ടിനെയാണ് 1 kW എന്ന് പറയാം. അപ്പോൾ 1000 ഇൻറ്റു ഹവർ എന്ന് പറഞ്ഞാൽ സെക്കൻഡിലേക്ക് മാറ്റാം. ഹവറിനെ എങ്ങനെ സെക്കൻഡിലേക്ക് മാറ്റാം? 60 × 60, അതായത് 3600 സെക്കൻഡ്. അപ്പോൾ 1000 × 3600, 1000 × 3600 എത്രയും നോക്കുക, അത്രയും ജൂളാണ്. ഫൈൻഡ് ഔട്ട് ദ വർക്ക് ഡൺ against the gravitational force in the situations given below.
താഴെ പറയുന്നതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വർക്ക് ഡൺ എത്രയാണ് എന്നുള്ളത് പറയാനാണ്. എ ചൈൽഡ് ഈസ് സ്റ്റാൻഡിങ് സ്റ്റിൽ വിത്ത് എ ബണ്ടിൽ ഓഫ് ബുക്സ് ഓഫ് മാസ് 5 കിലോഗ്രാം. ഒരു കുട്ടി 5 കിലോഗ്രാം ബുക്കുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, സ്റ്റേഷനറിയാണ്. അപ്പോൾ വർക്ക് ഡൺ ഉണ്ടാവും? ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ? അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല, അതുകൊണ്ട് വർക്കില്ല. With the same bundle of book, she traveled 1 meter along a plane surface with speed 5 meter per second. അപ്പോൾ മുന്നോട്ട് നീങ്ങി. നമുക്ക് വേണ്ടത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗേൻസ്റ്റ് ആയിട്ടാണ്. മുന്നോട്ട് പോകുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴത്തേക്കല്ലേ, രണ്ടും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് അവിടുത്തെ വർക്ക് ഡണ്ണ് 0 ആണ്. നെക്സ്റ്റ്, ദ ബണ്ടിൽ ഓഫ് ബുക്ക് ഈസ് ലിഫ്റ്റഡ് ഓൺ ടു ദ ടോപ്പ് ഓഫ് എ കപ്ബോർഡ് ഹാവിങ് 1 meter ഹൈറ്റ്. അപ്പോൾ ഇവ എന്ത് ചെയ്യാണ്? മുകളിലേക്ക് ഉയർത്തുകയാണ്. മുകളിലേക്ക് ഉയർത്തുമ്പോൾ എന്തായാലും നെഗറ്റീവ് വർക്ക് ഡൺ ആണ് ഉണ്ടാവുക. അത് എത്ര ഉണ്ടാകും? ലിഫ്റ്റഡ് ഇൻ ടു ദ ടോപ്പ് ഓഫ് എ കബോർഡ് ഹാവിങ് 1 meter ഹൈറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് 1 meter ആണ്. പിന്നെ ജിയുടെ വാല്യൂ 10 തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? mgh എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചൂടെ? എം എത്രയാണ്? എം 5 കിലോഗ്രാം. മുകളിലെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ബുക്കിൻ്റെ മാസ് 5 കിലോഗ്രാം ആണ്. പിന്നെ ജി 10, 1 meter ഹൈറ്റും, എച്ച് 1 meter. ഓക്കെ, ചെയ്യാം. 15ാമത്തെ ക്വസ്റ്റ്യൻ. എ ബോൾ ഓഫ് മാസ് 0.4 കിലോഗ്രാം ഇസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി 14 meter per second. കാൽക്കുലേറ്റ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആഫ്റ്റർ 1 second. നമ്മൾ ആ ബോൾ നമ്മൾ ആ ചെടിച്ചട്ടിയുടെ കാര്യം ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യാനുള്ളത്. എ ബോൾ ഓഫ് മാസ് 0.4 കിലോഗ്രാം മാസ് ഉണ്ട്, ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി 14 meter per second. അപ്പോൾ അത് അവിടെ നിന്ന് എന്ത് ചെയ്യാം? ആദ്യം ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി കാണാൻ പറ്റും, mv² വെച്ചിട്ട്. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആഫ്റ്റർ 1 second. 1 second കഴിയുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി കാണാൻ എങ്ങനെ ചെയ്യാം? അതിനാദ്യം ഈ പൊട്ടൻഷ്യൽ എനർജി കാണണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ 1 second കഴിയുമ്പോൾ അതിന് എത്രത്തോളം വെലോസിറ്റി ഉണ്ട് എന്ന് കണ്ടെത്തണം. അതിനുള്ള ഇക്വേഷൻ ഏതാ? v = u + at ആണ്. എ എന്നുള്ളത് ഇവിടെ എടുക്കാറുള്ളത്, നമ്മൾ എടുക്കേണ്ടത് എത്രയാണെന്നറിയോ? ഇവിടെ എത്ര എടുക്കേണ്ടത്? എ എന്നുള്ളത് ജിയുടെ വാല്യൂ 10 എടുത്താൽ മതി. ടൈം 1 second. യു എന്നുള്ളത് 14 meter per second. ഓക്കെ, അപ്പോൾ വി കണ്ടുകൂടെ? ഒരു കാര്യം കൂടി, അവിടെ മൈനസ് ആണ് എടുക്കേണ്ടത് കേട്ടോ. -g എന്നായിരിക്കും. മൈനസ് ഇവിടെ v = u - 10 × t എന്ന് പറഞ്ഞാൽ 1 ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? വി കിട്ടി. വി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ളത്, വി കിട്ടിയാലോ, അപ്പോൾ ആ സമയത്തുള്ള കൈനറ്റിക് എനർജി എല്ലാം നമ്മളോട് ചോദിച്ചിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. F × S ആണ്, അല്ലെങ്കിൽ mgh ആണ്. എം നമുക്കറിയാം, ജി 0.4 തന്നെയാണ്. ജിയുടെ വാല്യൂ 10 എടുക്കാം. പിന്നെന്താ? എച്ച് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ S = ut + ½ അവിടെ യു എന്നുള്ളത് ഇനീഷ്യൽ വെലോസിറ്റി 14 meter per second എടുക്കാം. ടി എന്നുള്ളത് 1 second. ഹാഫ് എ എന്നുള്ളത് എന്താ? 10. പ്ലസ് അല്ല, മൈനസ് ആണ് കേട്ടോ അവിടെ കൊടുക്കേണ്ടി വരിക. t². An object of mass 1000 kg is traveling with a velocity 72 km/h. Calculate the work done to bring to the rest. അങ്ങനെ ഇതിന് റെസ്റ്റിലേക്ക് വരാൻ വേണ്ട വർക്ക് ഡൺ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഒബ്ജക്റ്റിൻ്റെ മാസ് തന്നിട്ടുണ്ട്, ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ. വർക്ക് ഡൺ കാണാനല്ലേ ബ്രിങ് ടു ദ റെസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ മാസും വെലോസിറ്റി ഉണ്ടല്ലോ, അപ്പോൾ കൈനറ്റിക് എനർജി കണ്ടുകൂടെ? ആ കൈനറ്റിക് എനർജീൻ്റെ അതേ അളവ് വർക്ക് നമ്മൾ ചെയ്യേണ്ടി വരും റെസ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കൈനറ്റിക് എനർജി കണ്ടാൽ മതി. എസ്റ്റിമേറ്റ് ദ വർക്ക് ഡൺ ഓൺ എൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 80 kg ടു ചേഞ്ച് ഇറ്റ്സ് വെലോസിറ്റി ഫ്രം 5 meter per second to 10 meter per second. വർക്ക് ഡൺ എത്രയാണ്? 80 kg മാസുള്ളൊരു സാധനം. അതിന് 5 meter per second നിന്ന് എന്ത് ചെയ്യണം? 10 meter per second മാറ്റണമെങ്കിൽ എത്ര വർക്ക് ചെയ്യണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. 5 meter per second അതിന് എത്രത്തോളം കൈനറ്റിക് എനർജി ഉണ്ട് നോക്കുക. 10 meter per second എത്രത്തോളം കൈനറ്റിക് എനർജി ഉണ്ട് നോക്കുക. രണ്ടിനെയും കൈനറ്റിക് എനർജി കണ്ടെത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ അതായിരിക്കും അവിടുത്തെ എന്ത് വരിക? അതായിരിക്കും അവിടുത്തെ വർക്ക് ഡണ്ണ് വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണെന്ന് പറയാനുള്ളത്. ഇത് നോട്ടിലും കൂടി എഴുതാം കേട്ടോ. ഓക്കെ, താങ്ക് യു.